ഇടയ്ക്കിടയ്ക്ക് US-നും ട്രംപിനും ഒക്കെ മുന്നറിയിപ്പുകളും ഭീഷണികളും ഒക്കെ ഇവരുടെ നേതാക്കന്മാർ മുഴക്കാറുണ്ട്. ശ്രീ PJ വിൻസെന്റ് മാഷ് ചേരുന്നു. മാഷ്, അല്പം മുമ്പ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഉന്നയിച്ചൊരു പോയിന്റാണ് ഞാൻ ഇൻട്രോയിലും പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. 3 H's: ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ്. ഈ കൂട്ടരെ സൃഷ്ടിക്കുകയോ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ അവരെ ഫണ്ട് ചെയ്യുകയോ നേരിട്ടോ അല്ലാതെ സഹായിക്കുകയോ ചെയ്തുകൊണ്ട് ആ മേഖലയിൽ ആകെ അശാന്തി, അക്രമം, അതിക്രമം. യമനിലും പരിസരത്തും കടലിലും കരയിലും അതിക്രമം. ഇങ്ങനെ ഫണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രോക്സി വാർ എന്ന് പറയാവുന്നത് പോലെ ശത്രുക്കളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലക്ഷ്യമിടാനായിട്ട് സൗദി ആകട്ടെ, US ആകട്ടെ, ഇവർക്കൊപ്പം നിൽക്കാത്ത ആരുമാകട്ടെ, ഇതല്ലേ ഇതിനൊരു മൂല കാരണം? ഇതല്ലേ ഇസ്രയേലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? വളരെ ഗംഭീരമായി ശ്രീജിത്ത് അതിൻ്റെ അനാലിസിസും പങ്കുവച്ചു. ഇരു അതിഥികളും പങ്കുവച്ചത് ഇതാണ്: ഒരു കാലത്ത് നല്ല ബന്ധത്തിലായിരുന്ന ഇസ്രയേൽ ഇന്ന് എന്തിനിറങ്ങി പുറപ്പെട്ടു? ഇസ്രയേലിൻ്റെ സർവനാശം ഈ ക്യാൻസറിനെ തുടച്ചു നീക്കണമെന്ന ആഹ്വാനം വരുന്നു. US-നെ ചുട്ടുകളയും എന്ന് പറയുന്നു. ഇത് ചോദിച്ചു വാങ്ങുന്നതാണോ എന്നായിരുന്നു ചോദ്യം. വിൻസെന്റ് മാഷ്. അത് ഒരു രാജ്യത്തിന്റെ വിദേശ നയം അതിന്റെ ആഭ്യന്തര നയത്തിന്റെ തുടർച്ചയാണ്. റേസ പഹ്ലവി അധികാരത്തിലിരുന്ന കാലത്ത് ഇറാൻ പാശ്ചാത്യ ചേരിയിലായിരുന്നു. അപ്പോൾ പാശ്ചാത്യ ചേരിയിലെ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലുമായിട്ടും അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റുകളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ടും പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ടും വളരെ സൗഹൃദത്തിലാണ് ആ രാജ്യം കഴിഞ്ഞിരുന്നത്. എന്നാൽ 1979 ഇസ്ലാമിക റവല്യൂഷൻ വന്നതോടുകൂടി ആ രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലും അതിന്റെ വിദേശ നയത്തിലും സ്വാഭാവികമായി മാറ്റം സംഭവിച്ചു. അവര് അമേരിക്കൻ വിരുദ്ധ ശക്തിയായി മാറി. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ശക്തിയാണ് ഇറാൻ. അപ്പോൾ അന്ന് മുതലാണ് പാശ്ചാത്യ ലോകവുമായിട്ടും അതുപോലെ അമേരിക്കയുമായിട്ട് വിശിഷ്യ ഇസ്രായേലുമായിട്ടുമൊക്കെയുള്ള സംഘർഷം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെ തുടക്കം സൗദി അറേബ്യയും ഇറാനും തമ്മിലാണ്. അയത്തുള്ള ഖൊമൈനിയുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം സൗദി രാജവംശത്തിനെതിരെയായിരുന്നു. സൗദി രാജവംശം അല്ലെങ്കിൽ ഈ ഗൾഫിലുള്ള മൊണാർക്കികളെല്ലാം അത് ഇസ്ലാമിക രാജാധിപത്യങ്ങളാണ്, അല്ലെങ്കിൽ അമിറേറ്റുകളാണ്. അപ്പോൾ ഈ കിങ്ഡം എന്ന സങ്കല്പത്തെ തന്നെ ആയത്തുള്ള ഖൊമൈനി വിമർശിക്കുന്നുണ്ട്. മാത്രവുമല്ല, അമേരിക്കയെ സാത്താൻ എന്ന് വിളിക്കുകയും ഈ സാത്താന്റെ മേഖലയിലെ കിങ്കരനാണ്, സ്റ്റൂജ് ഓഫ് സാത്താൻ എന്ന വിമർശനമാണ് നടത്തിയത്. അപ്പോൾ സാത്താനെയും സാത്താന്റെ കിങ്കരന്മാരെയും നശിപ്പിക്കേണ്ടത് സത്യവിശ്വാസികളായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയം പേറുന്ന ഇറാന്റെ കടമയാണ്. ഈ ഒരു പ്രത്യയശാസ്ത്ര സംഘർഷമാണ് സൗദി അറേബ്യയും ഇറാനും നീണ്ടു നിൽക്കുന്ന, ഇപ്പോഴും തുടരുന്ന. സമീപകാലത്ത് ചൈനയുടെ മധ്യസ്ഥയിൽ മാത്രമാണ് ഒരു ചർച്ച വിജയിക്കുകയും അവർ തമ്മിൽ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പൊ തുടർച്ചയായി ആ ശീതയുദ്ധം അവിടെ നിലനിൽക്കുകയാണ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ഈ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൽ വിശിഷ്യ ഹമാസ്, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള സംഘങ്ങളുമായിട്ട് ഇറാൻ അണിചേരുന്നത്. ഇറാന്റെ ഒരു പ്രത്യേകത, അത് ഈ ഷിയ ഇസ്ലാമിക വിപ്ലവത്തെ വെസ്റ്റ് ഏഷ്യയിൽ മുഴുവനും കയറ്റി അയക്കുക എന്നുള്ളതാണ് അവരുടെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഘടകം. അതിന് ഈ മേഖലയിലെല്ലാം പ്രോക്സികളെ അവര് വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഹിസ്ബുള്ളയും ഹൂത്തികളും മാത്രമല്ല. ഇപ്പോ ഇറാഖ് കേന്ദ്രീകരിച്ച് സദറിസ്റ്റുകൾ, മുഖ്താദ അൽ സദറിന്റെ ഷിയ മിലീഷ്യ സദറിസ്റ്റുകൾ, അവരുടെ മാഹ്ദി ആർമിയെ സ്പോൺസർ ചെയ്തത് ഇറാനാണ്. ഇപ്പോഴും ആ മേഖലയിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഉണ്ട്. നിരവധി ഷിയ മിലീഷ്യകളുടെ ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ ഇറാഖ് അതുപോലെ പശ്ചിമേഷ്യയിലെ വിവിധ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് പ്രോക്സികളുടെ വലിയ ഒരു നെറ്റ്വർക്ക് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷിയ സഖ്യം അവിടുത്തെ സുന്നി വിഭാഗങ്ങളുമായിട്ടും അതുപോലെ പാശ്ചാത്യ ശക്തികളുമായിട്ടും വിശിഷ്യ ഇസ്രായേലുമായിട്ടും നിരന്തരമായ സംഘർഷത്തിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് വരുന്ന സംഘർഷത്തെ പോലും കാണാൻ. അപ്പോൾ ഈ ഇസ്രായേൽ 2020 ഈ അബ്രഹാമിക അക്കോർഡ് രൂപപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആകുന്നു എന്ന വിഷയമാണ്.
അതുകൊണ്ടാണ് അവര് ഇതിനു മുമ്പ് 1978 ഈജിപ്തും 1994 ജോർദാനും ഈ രണ്ട് അറബ് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പിടുകയും നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുകയും ചെയ്തത്. അതിനുശേഷം ട്രംപിന്റെ നേതൃത്വത്തിൽ ആണ് അബ്രഹാമിക അക്കോർഡ് ഉണ്ടാക്കുന്നത്. ഈ അബ്രഹാമിക അക്കോർഡ് മതത്തെ വംശീയ സഖ്യം കൊണ്ട് അതിലംഘിക്കാനുള്ള ഒരു ആശയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവരാണ് ജൂതന്മാരും അറബികളും. ആ നിലയ്ക്ക് ജൂതന്മാരും അറബികളും പരസ്പരം ഐക്യപ്പെടണം. അപ്പോൾ ഈ അറബികൾ എല്ലാവരും തന്നെ മഹാഭൂരിപക്ഷം അവിടുത്തെ എല്ലാ അറബികൾ ഹൂത്തികൾ ഒഴികെയുള്ള ആളുകൾ അവരെല്ലാം സുന്നി വംശജരാണ്. അപ്പോൾ സുന്നികൾ എന്ന നിലയിൽ അവർ ഐക്യപ്പെട്ടു നിൽക്കുന്നു, അറബ് വംശർ എന്ന നിലയിൽ അവർ ഐക്യപ്പെട്ടു നിൽക്കുന്നു. അവരോട് ഇസ്രായേൽ അബ്രാഹാമികമായ രക്തബന്ധമുള്ള ഒരു വംശീയ വിഭാഗം എന്ന നിലയിൽ ഐക്യപ്പെടുന്നു. അങ്ങനെയാണ് അബ്രഹാമിക് അക്കോർഡ് വരുന്നത്. അത് ബഹ്റൈൻ, UAE, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളായ മൊറോക്കോ, സുഡാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി. അതോടൊപ്പം 2017 തന്നെ സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധത്തിലും കാര്യമായ മാറ്റം വന്നിരുന്നു. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഒരു ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ജൂതനെ കൊല്ലാൻ പാടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ജൂതൻ പുസ്തകമുള്ള വിശുദ്ധ ഗ്രന്ഥമുള്ള വിഭാഗമാണ്. അതുകൊണ്ട് ഒരു ജൂതനെ കൊല്ലുന്നത് ദൈവവിരുദ്ധമാണ്, അള്ളാഹുവിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ജൂതനെ കൊല്ലാൻ പാടില്ല എന്ന ഫത്വ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. എങ്കിലും സൗദി അറേബ്യ ഇതുവരെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തിട്ടില്ല. അതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും സൽമാൻ രാജാവും അതുപോലെ അവിടുത്തെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണം, എങ്കിൽ മാത്രമേ ഇസ്രായേലുമായി ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുകയുള്ളൂ എന്ന ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ്. അതേസമയം ഇറാൻ കയറ്റി അയക്കുന്ന ഷിയ ഇസ്ലാമിസ്റ്റ് റെവല്യൂഷൻ അത് അവിടുത്തെ സുന്നി രാഷ്ട്രങ്ങൾക്ക് അസ്തിത്വ ഭീഷണി ഉയർത്തുന്നു എന്നതാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതിലേക്കാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഘടകങ്ങൾ കൂടി ചേർന്ന് വരുന്നത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള ഹമാസിന്റെ അക്രമം അത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക സാന്നിധ്യം കൊണ്ടാണ്. ഇറാന്റെ ഒരു വരേണ്യ സൈനിക ദളമാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഈ ഗാർഡ് കോർപ്സിന്റെ ഖുദ്സ് ബ്രിഗേഡ് ആണ് ഈ ഷിയ മിലീഷ്യകളെ പശ്ചിമേഷ്യയിലും ലോകത്തെല്ലായിടത്തും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖുദ്സ് ബ്രിഗേഡ് ആയുധങ്ങൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, പരിശീലനം നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ അടുത്ത ബന്ധം ഹമാസുമായിട്ടും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായിട്ടൊക്കെ ഇറാനുണ്ട്. ആ ഇറാന്റെ പിന്തുണയിലാണ് വളരെ ഫലപ്രദമായി ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒക്ടോബർ 7 1200 ആളുകളുടെ മരണപ്പെടുകയും 250ഓളം ആളുകളെ ഹോസ്റ്റേജായി പിടിക്കുകയും ചെയ്ത ഒരു വലിയ അക്രമം ഹമാസിന് നടത്താൻ സാധിച്ചത്. അന്ന് മുതൽ ഹമാസിന് എതിരായിട്ടുള്ള നീക്കം വിജയിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ യുദ്ധം ഇറാനുമായി മാറി എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടലുകളാണ്. ഒന്ന് ഗൾഫ് കടലും മറ്റൊന്ന് ചെങ്കടലും. ഈ 2 മേഖലയിലും ലോകത്തിന്റെ സമ്പദ്ഘടനയുമായി വലിയ ബന്ധമുണ്ട്. ഇതിൽ ഹോർമൂസ് കടലിടുക്ക് വെറും 30 കിലോമീറ്റർ മാത്രം നീളമുള്ള ഹോർമൂസ് കടലിടുക്കാണ്. ആ കടലിടുക്കിനെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും ഇറാന് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ ഇറാന്റെ സൈനിക സാന്നിധ്യം അവിടെ നിന്നുള്ള എണ്ണയുടെ നീക്കത്തെയും അവിടെയുള്ള അറബ് രാജ്യങ്ങളുടെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് എന്നത് അറബ് രാജ്യങ്ങളുടെയും അവിടുത്തെ ഓയിൽ റിച്ച് മൊണാർക്കികളുടെയും അമേരിക്കയുടെയും പൊതു താല്പര്യമായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് ചെങ്കടലിലൂടെയുള്ള നാവിക ഗതാഗതമാണ്. ചെങ്കടൽ തന്ത്രപ്രധാനമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെസൽസിന്റെ മൂവ്മെന്റിനെ നിർണായകമായി സ്വാധീനിക്കുവാനും അതിനെ നിരന്തരമായി ആക്രമിക്കാനും ഹൂത്തികൾക്ക് കഴിയുന്നുണ്ട്.